മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്കായി ലീഗ് കൈമാറിയ വീടുകളിൽ ഗൃഹപ്രവേശനം നടന്നു. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ കാർമ്മികത്വത്തിലായിരുന്നു ഗൃഹപ്രവേശനം ചടങ്ങുകൾ നടന്നത്. വീട് പണി ഇല്ലാതാക്കാൻ ആരും ശ്രമിച്ചിട്ടില്ലെന്ന് പി.കെ. കുഞ്ഞാലിക്കുട്ടി മാധ്യമങ്ങളോട് പറഞ്ഞു. തെരഞ്ഞെടുപ്പിന് മുൻപ് മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്ക് ലീഗ് നിർമ്മിച്ച 51 വീടുകൾ കൈമാറിയെന്നും ദുരന്തബാധിതർ താമസമായെന്നുമായിരുന്നു UDF പ്രചാരണം. UDF നടത്തിയ പ്രചാരണം മാത്രമായിരുന്നു അതെന്ന് തെളിയിച്ച് തിങ്കളാഴ്ച വൈകുന്നേരം വീണ്ടും ഗൃഹപ്രവേശനം നടന്നു. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ കാർമ്മികത്വത്തിൽ P.K. കുഞ്ഞാലിക്കുട്ടി, PMA സലാം തുടങ്ങിയ ലീഗ് സംസ്ഥാന നേതാക്കളുടെ സാന്നിധ്യത്തിലായിരുന്നു ചടങ്ങ്. കഴിഞ്ഞ ഉരുൾപൊട്ടൽ ഉണ്ടായ ആ സമയത്ത് തന്നെ ഞങ്ങൾ പറഞ്ഞിരുന്നു, ഉരുൾപൊട്ടലിന് വിധേയരായവർക്ക് അതിൽ ബുദ്ധിമുട്ട് വന്നിട്ടുള്ളവർക്ക് വീടെടുത്ത് കൊടുക്കും എന്ന് മുസ്ലിം പ്രഖ്യാപിച്ചു. അതുപോലെ കഴിഞ്ഞ മാസം നമുക്ക് അത് കൈമാറാൻ സാധിച്ചു. ഇന്നിപ്പോൾ അതിലെ ഇവിടുത്തെ അവകാശികൾ അവർ വീട് താമസം ഇങ്ങോട്ടേക്ക് മാറ്റുകയാണ്. അവരുടെ ഗൃഹപ്രവേശമാണ് ഇന്ന്. അപ്പോൾ ആ ഒരു സന്തോഷം പങ്കുവെക്കാനാണ് ഞങ്ങളൊക്കെ വന്നിട്ടുള്ളത്. 51 വീടുകളിൽ വ്യക്തിപരമായ പല കാരണങ്ങളാൽ ചില കുടുംബങ്ങൾ താമസം ആരംഭിച്ചിട്ടില്ല. ചില രാഷ്ട്രീയ പ്രചാരണങ്ങൾ നടന്നു എന്നല്ലാതെ ലീഗിന്റെ ദുരന്തബാധിതർക്ക് പണിയുന്ന വീടുകൾ ഇല്ലാതാക്കാനൊന്നും ആരും ശ്രമിച്ചിട്ടില്ലെന്ന് സർക്കാർ വീട് പണി തടസ്സപ്പെടുത്തിയോ എന്ന ചോദ്യത്തിന് P.K. കുഞ്ഞാലിക്കുട്ടി മറുപടി പറഞ്ഞു. അറിയാലോ, കാരണം രാഷ്ട്രീയമായ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ജനറലി ഈ ഒരു പ്രോജക്റ്റ് ഇങ്ങനെ ആയതുകൊണ്ട് ഞങ്ങളിപ്പോൾ തങ്ങന്മാരുടെ നേതൃത്വത്തിലൊക്കെ തങ്ങളെ നേതൃത്വം നൽകുന്ന ഒരു പ്രോജക്റ്റ് എന്നുള്ള നിലക്ക് ഇതിനെ ഇല്ലാതാക്കാനൊന്നും ചെറിയ വിവാദങ്ങളൊക്കെ ഉണ്ടാക്കാൻ നമുക്ക് ഇതിനൊരു അർത്ഥമില്ല എന്നുള്ളത് കണ്ടാൽ മനസ്സിലാവുക. 105 വീടുകളാണ് ലീഗ് പ്രഖ്യാപിച്ചത്. ബാക്കി വീടുകളുടെ പണി ഉടൻ പൂർത്തിയാക്കുമെന്നും നേതാക്കൾ പറഞ്ഞു. അതേസമയം വീടുകളുടെ മതിലും കബോർഡുകൾ അടക്കമുള്ള ഇന്റീരിയർ വർക്കുകളും സ്വന്തം ചിലവിലാണ് വീട്ടുടമകൾ നടത്തിയത്. കോൺഗ്രസിന്റെ വീടുകളെക്കുറിച്ച് ചോദിച്ചപ്പോൾ ലീഗ് നേതാക്കളുടെ മറുപടി ഇങ്ങനെയായിരുന്നു. കൈരളി ന്യൂസ്, വയനാട്.